ഹായ് ചെല്ലോംസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിലാക്കി ജവാനി. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ചൂസ് എ കളർ ദാറ്റ് യു ലൈക്ക്, ചൂസ് യുവർ ഫേവറേറ്റ് കളർ, റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് കൂടുതലും കിട്ടിയത് ബ്ലൂവിനാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ബ്ലൂ 27, റെഡ് 24, റെഡ് 24 വോട്ട്സ്, യെല്ലോ 8 വോട്ട്സ്, ബ്ലൂ 27 വോട്ട്സ്, ഗ്രീൻ 12 വോട്ട്സ്. അപ്പം ഇതിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിൽ ഏത് കളറിനാണോ കൂടുതൽ പോയിന്റ്സ് വോട്ട്സ് കിട്ടിയത് ആ കളറായിരിക്കും ഡിസൈഡ്സ് മൈ ഡേ. ആ ഒരു കളറ് എൻ്റെ ഡേ ഡിസൈഡ് ചെയ്യും. ഡിസൈഡ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആ കളറിലെ ഫുഡ് കഴിക്കും, ആ കളറിൻ്റെ ഡ്രസ്സ് ചെയ്യും, എല്ലാം ആ കളറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ അത് 100% എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം എനിക്ക് കിട്ടിയ കളർ ബ്ലൂ ആണ്. ബ്ലൂവിനാണ് 27 വോട്ട്സ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് റെഡ് ആണ്. റെഡ് പിന്നെയും നമുക്ക് ഫുഡൊക്കെ കിട്ടാവുന്നതാണ്. പക്ഷേ ബ്ലൂ ഫുഡ് ഈസ് സംതിങ് റെയർ ആണ്. ഇപ്പം ബ്ലൂ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു റെയർ ഒരു സംഭവമാണ്. അതിനെ തന്നെ ആസ്പദമാക്കി കുറേ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഇപ്പം സമയം ഒരു 9:30 ആ ഒരു സമയമാണ്. അപ്പം എനിക്കിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലൂവിലായിരിക്കണം തുടങ്ങുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് അതിനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് പുറത്തൊന്ന് പോകണം. റോ മെറ്റീരിയൽസ് എടുത്തിട്ടായിരിക്കും ബാക്കി സംഭവങ്ങളൊക്കെ ഇനി ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. എനിക്ക് 100% കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലെറ്റ്സ് സീ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ വിൽ ബി ബ്ലൂ ഇൻ കളർ. ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ആയ പർപ്പിൾ, വയലറ്റ്, ലാവൻഡർ ആ ഒരു ഷെയ്ഡും ഇൻക്ലൂഡ് ചെയ്യും. കാരണം ബ്ലൂ ഫുഡ് റെയർ ആണല്ലോ. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് വിൽ ബി ബ്ലൂ. ഞാൻ ചെയ്യുന്നതും കാണുന്നതും എല്ലാം ഒരു നീലമയമായിരിക്കും. ഈ ലുക്ക് കണ്ടാരും പേടിക്കണ്ട. ഇത് ഞാൻ മീഷോന്ന് എനിക്ക് 100 രൂപയ്ക്ക് കിട്ടിയ കണ്ണാടി വെച്ച് പട്ടി ഷോ കാണിക്കുന്നതാണ്. ഇത് ബ്ലൂബെറി, ഇത് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ഒരു ടാറ്റിക്സ് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ പുറത്തുനിന്നുള്ള സാധനം എടുക്കാതെ ഈ അകത്തിരിക്കുന്ന സാധനങ്ങൾ വേണം എടുക്കാൻ. അതാവുമ്പോൾ ആരും അങ്ങനെ തൊട്ടിട്ടില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്മൂത്തി ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഒരു യോഗേർട്ട് സെയിം ആസ് ബ്ലൂബെറി ഫ്ലേവർ ഒരു യോഗേർട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചത് ഒരു മെക്രോണി ഉണ്ടാക്കാം. അത് ബ്ലൂ കളറായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ചോറൊക്കെ ബ്ലൂ കളറാക്കി വെച്ച് അതിൽ കറിയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഭയങ്കര വിയേർഡായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ മെക്രോണി എടുത്തു. അതാവുമ്പം അത്രയ്ക്കും വിയേർഡ്നെസ് വരത്തില്ല നമ്മുടെ ഈ മെക്രോണിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ഈ ബാക്കപ്പ് പ്ലാനായിട്ട് ഞാൻ ഫുഡ് കളറിങ് ഏജൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ നമ്മുടെ ശംഖുപുഷ്പമാണ് അല്ലാതെ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ശംഖുപുഷ്പം എല്ലായിടത്തും അവൈലബിൾ അല്ല. സോ ഇതൊക്കെ ഈ കേക്കിലൊക്കെ ഇടുന്ന ഈ ഒരു ഫുഡ് കളർ ആണ് ഞാൻ ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ എപ്പോഴും ഈ ബേക്കറി സെക്ഷനിൽ നോക്കിയാൽ ബ്ലൂ കളറിലെ പേസ്ട്രി ഓർ എന്തെങ്കിലും കേക്കോ എന്തെങ്കിലും അവിടെ കാണും. കറക്റ്റ് ഇന്ന് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ബ്ലൂ കളറിൽ ഒരു സംഭവം പോലും ഇല്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പിന്നെ ഞാനൊരു ബ്ലൂബെറി ചീസ് കേക്കിൽ ഒതുക്കി. അവിടെ കണ്ടതിൽ ആകെ എൻ്റെ കോൺസെപ്റ്റിനോട് നീതി പുലർത്തിയത് ഈ ഒരു ഡ്രിങ്ക് മാത്രമാണ്, ഗാറ്ററേഡ് ഡ്രിങ്ക്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കാൻ പോകുന്നത്. ഇത് എനർജി ഡ്രിങ്കാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഗൈസ്, അവിടെ പോയിട്ട് തിരിച്ച് വന്ന് എത്തിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് മാറ്റാതെയാണ് ഞാൻ പോയത്. എനിക്ക് ഈ ഔട്ട്ഫിറ്റ് എനിക്ക് ബ്ലൂ കളർ ആക്കണം. സോ ഞാൻ ഇതാണ് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്ത് വന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു സ്കൈ ബ്ലൂ കളർ ഒരു റോബ് ഡ്രസ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ എൻ്റെ കോളേജ് ഗ്രാജുവേഷൻ അർബാനിക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ ഡേ ഇടാമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ബ്ലൂ. എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അത് വിൽ ബി ബ്ലൂബെറി സ്മൂത്തി. കുറച്ച് പരിഷ്കാരമൊക്കെ ആവാമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലൂബെറി ഫ്രൂട്ട് അല്ല ബെറി ഞാൻ ഇതുവരെ ഒറിജിനലായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ബ്ലൂബെറി ചീസ് കേക്ക്, ബ്ലൂബെറി അങ്ങനത്തെ കണ്ടന്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒറിജിനലായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. സോ ലെറ്റ്സ് സീ എങ്ങനെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ റീൽസ് കണ്ടിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ബ്ലൂബെറി സ്മൂത്തി അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ആൻഡ് എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ എത്രമാത്രം കളർ ബ്ലൂ ആയിട്ട് മാച്ച് ആവുമോ എന്ന് അറിഞ്ഞൂടെ. ബ്ലൂബെറി സംതിങ് ലൈക്ക് പെർഫെക്റ്റ്. സോ അതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബ്ലൂബെറി, പിന്നെ ഓഫ് കോഴ്സ് പാല്, പിന്നെ ഇത് ഫ്രോസൺ ബനാനയാണ്. ഇത് തണുത്തിരിക്കുന്നതാണ്, മീൻസ് ഞാൻ ഫ്രീസറിൽ വെച്ചു. പിന്നെ ബ്ലൂബെറി യോഗേർട്ട് ഞാൻ ഇതിലൂടെ വാങ്ങിയത്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതെല്ലാം മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലൂബെറി സ്മൂത്തി ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഫസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബ്ലൂബെറി ഇങ്ങനെ കഴിച്ചാൽ നമുക്ക് ആമാശയ സംബന്ധമായ പല രോഗങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നല്ലോണം ക്ലീൻ ചെയ്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ കുറച്ച് എസ്തെറ്റിക് എന്നുള്ള രീതിയിലൊക്കെയാണ് വാഷ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും
വാഷ് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കണം. അതിൻ്റെ ആ ഒരു ടോക്സിൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ. ഫസ്റ്റ് നമ്മുടെ ജാറിലോട്ട് ഇത് ഫ്രോസൺ ബനാന. ഞാൻ ഇന്നലെ ഇത് എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ബനാന കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച ബനാനയാണിത്. ഒറിജിനാലിറ്റിയിലിരിക്കട്ടെ. ഇപ്പൊ അതൊട്ടും വൃത്തിഹീനമായ ഒരു ബനാനയാണ് ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ളത്. കുഴപ്പമില്ല, ഇവിടെ ക്ലീൻ ചെയ്ത ഒരു സ്ഥലമാണ്. നമുക്ക് ഗ്രീക്ക് യോഗട്ട്, ഇതും ഒരു ബ്ലൂബെറി ഫ്ലേവർഡ് യോഗട്ട് ആണ്. ഇത് നമുക്ക് കഴിക്കാം. ഇത് കഴിക്കാനാണ് തോന്നുന്നത്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. സ്പൂണ് ഇതിലോട്ട് കണ്ടോ, ബ്ലൂ കട്ടി, ഇതിലോട്ട് എല്ലാം ബ്ലൂ കണ്ടോ, ഇത് ഒരു ബ്ലൂ മരം. ഇതിലോട്ട് നമ്മൾ കുറച്ച് മിൽക്ക്, പാൽ, ദൂത് അത് ആഡ് ചെയ്യണം. കുറച്ച് പ്യൂർ ഹണി, ഹണി കൂടെ ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാം. ഇത് കുറച്ച് ഹെൽത്തി ആണ്, കുറച്ച് ഹെൽത്തി സൈഡാണ്. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി സ്മൂത്തി ഇവിടെ റെഡി ആയിക്കുകയാണ്. നല്ല ഹെൽത്തി സംഭവമാണ്. നമുക്ക് ഇതിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്, ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഇത് കാണിക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്. സോ ഇതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്ലൂബെറി സ്മൂത്തി ഫോർ എ ബ്ലൂ ഡേ. ഉള്ള സാധനം എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യണം. സോ അത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. ഇത് ബ്ലൂബെറി ചീസ് കപ്പ്. ഞാൻ ബ്ലൂബെറി ഭയങ്കര ഫാനൊന്നും അല്ല, എന്നാലും ഓക്കെ ഇടുന്ന സാധനം. ഇനി എനിക്കുള്ള ചാലഞ്ച് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വന്നത്, കറക്റ്റ് ബ്ലൂ ഒന്നും വന്നില്ല. എനിക്കിനി ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ച് എൻ്റെ ഫസ്റ്റ് പ്ലാൻ മീൻസ് ഇനി അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് ലഞ്ച് ഉണ്ടാക്കണം. അതും ഒരു ചാലഞ്ചാണ്. അതിൽ പ്ലാൻ മീൻസ് എനിക്ക് ബ്ലൂ പീ ഫ്ലവർ ശംഖുപുഷ്പം കിട്ടിയാൽ അതിൽ നിന്ന് എനിക്ക് നാച്ചുറൽ ആയിട്ട് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും പാസ്തയാണ് ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ പറ്റും. അത് കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം എൻ്റെ വീട്ടിലില്ല, ഇവിടെ അടുത്തൊന്നും അത് ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ആൻറ്റീൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു. പക്ഷെ അവിടുത്തെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഓക്വേർഡായിട്ട് തോന്നും. അപ്പോൾ ഞാൻ അമ്മേനെയും കൊണ്ടാണ് പോകുന്നത് ആ ഓക്വേർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഉറക്കത്തിലാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 12:30 ആ ഒരു സമയം അമ്മ ഉറങ്ങണം. അമ്മേനെ പോയി ആകെ ഒരു കിട്ടുന്ന ഞായറാഴ്ച അമ്മേനെ പോയി വിളിച്ച് എന്നെ കൊല്ലും. അപ്പോൾ എനിക്ക് അതിന് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ പോകണം. ദ തിങ് ഈസ് ദാറ്റ് അവിടെ ഒരു പട്ടിയുണ്ട്. പട്ടി എന്ന് വെച്ചാൽ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ലോകത്ത് ആരെങ്കിലും എനിക്ക് പേടിയുണ്ടെങ്കിൽ പട്ടികളുടെ മാത്രമായിരിക്കും എനിക്ക് പേടിയുള്ളത്. ആ പട്ടീനെ എല്ലാവരും വിളിക്കുന്നത് സൈക്കോ പട്ടി എന്നാണ്. നോർമൽ പട്ടികളെ പോലെയല്ല. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ ഓടിക്കൊണ്ട് വരും. ആ പട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ആ ഒരു വീട്ടിലുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം, പട്ടി വരുമോ ഇല്ലയോ എന്താണെന്നും നോക്കാം. എന്നിട്ട് ബ്ലൂ പീ ഉണ്ടെങ്കിൽ ബ്ലൂ പീ വെച്ചിട്ട്, ഇല്ലെങ്കിൽ ഞാൻ പ്ലാൻ ബി ആയിട്ട് ഫുഡ് കളറിങ് നമ്മൾ കേക്കിലൊക്കെ വെക്കത്തില്ലേ, ആ ഫുഡ് കളറിങ് വാങ്ങിയിട്ടുണ്ട്. അപ്പം പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി അതിൽ വെച്ച് ഒരു പാസ്ത കണ്ട് ഒരു ഫ്രോസൺ ഫിലിമൊക്കെ കണ്ട് എൻ്റെ ലഞ്ച് കഴിക്കും. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് എനിക്കൊരു ഗാറ്ററേഡ് ആ ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ വൈകിട്ട് പോയി ഇവിടെ ഒരു കടയിൽ ഒരു കഫേ അടുത്ത ഒരു പൗണ്ട് കട എന്ന് പറയും, അവിടെ ഇങ്ങനെ ബ്ലൂ പീ ടീ കിട്ടുമെന്ന് പറയും. അതിൽ നമ്മൾ ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ ഒഴിച്ചാൽ അത് കളർ മാറും. എനിക്ക് അങ്ങനത്തെ സ്റ്റഫ്സിനോട് ഭയങ്കര ഒരു താല്പര്യമാണ്. അപ്പോൾ അതും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രിത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നോക്കാം. നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് സീ. സൈക്കോ പട്ടിയെ കളിക്കുമെന്ന് നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി വീട്ടിൽ ഇല്ല. പക്ഷേ ഞാൻ ആൻറ്റീനെ വിളിച്ച് ചോദിച്ചപ്പം ഇവിടെ ചെടിയുണ്ട്, പക്ഷേ പൂ ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്, ഞാൻ അവിടെ പോയി നോക്കണം. പറ്റിയില്ല ഭാഗ്യത്തിന്. ഞാൻ ആ വീട് തിരക്കി പോവാണ്. എനിക്ക് വലിയ പിടിയില്ല വീട് എവിടെയാണെന്ന്. ഒരു പൂവിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. വീട് തിരക്കി പോവാണ്, എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇതാണ് ചെടി. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ
കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. ഇതാണ് നമ്മൾ നോക്കി നടന്ന സംഭവം. നമുക്ക് നോക്കാം, ഒരു കളർ കിട്ടിയാൽ മതി. ഇനി നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലൂ കളർ പാസ്ത ഉണ്ടാക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. ഉറപ്പില്ല കളർ കിട്ടുമെന്ന്. ഇതാണ്, ഇത് വിരിഞ്ഞ സംഭവമല്ല, വിരിയാൻ പോകുമ്പോഴുള്ള മുട്ട പോലത്തെ സംഭവമാണ്. നമുക്ക് നോക്കാം, ചൂടുവെള്ളത്തിലിട്ട് ബോയിൽ ചെയ്താൽ കുറച്ചെങ്കിലും കളർ വരുമെന്ന് നോക്കാം. ഇത് ഉറപ്പില്ല കളർ കിട്ടുമെന്ന്. ചൂടുവെള്ളത്തിൽ ഉറപ്പില്ല ഇത് കളർ ആവുമോ. ഒരു ട്രിക്ക് ഉണ്ട്. ഞങ്ങൾ ഈ ബ്ലൂ ടീ അത് കിട്ടിയപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ ഇത്ര കളറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഇതിലെന്തായാലും നമ്മുടെ പാസ്ത ബ്ലൂ കളർ ആവത്തില്ല. അപ്പൊ ഞാൻ ലുലുന്ന് വാങ്ങിയ ആർട്ടിഫിഷ്യൽ കളർ കൂടെ ഇട്ടപ്പോഴാണ് ഇത്രയും കളർ വരുന്നത്. അല്ലാതെ ഡിഫറൻസ് നോക്ക്, ഇതും തമ്മിലുള്ളത്. ഇത് ഒരു 5-6 കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എക്സാക്ട് ഈ കളർ കിട്ടിയുമായിരുന്നു. ഇത് ഞാൻ കുറച്ച് അതിന്റെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. നമുക്ക് ഇനി പാസ്ത ഇതിൽ കുക്ക് ചെയ്ത് ബ്ലൂ കളറാക്കി എടുക്കാം. മക്രോണി ഇതിലോട്ടിടാം. ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ടോ, ഹെൽത്തിയാണെന്ന് ചോദിച്ചാൽ ഹെൽത്തി അല്ല. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഇട്ടിട്ടുണ്ട്. ഈ സെയിം സാധനമൊക്കെ തന്നെയാണ് നമ്മുടെ കേക്കിലേക്കും വരുന്നത്. നമ്മൾ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലൂ പാസ്ത കഴിക്കും. നമ്മൾ ബ്ലൂ മുട്ട പച്ച കളറായിട്ടാണ്. എനിക്ക് അറിഞ്ഞൂടാ നാളെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഈ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് നോക്കാം, ഒട്ടും നീ പറഞ്ഞ ചെയ്യട്ടെ. നോർമൽ പാസ്ത അത് തന്നെയാണ്, അല്ലാതെ കളർ മാറ്റി വെച്ചിട്ട് വേറെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ ഈ ഒരു ഡ്രിങ്ക് മാത്രമേ കിട്ടിയുള്ളൂ. സോ ഇത് മാത്രമേ ബ്ലൂ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുന്നത്. കോട്ടൺ ക്യാൻഡി മെയിൻലി പിങ്ക് ആണ് വരുന്നത്. എന്നാലും ബ്ലൂ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് ഒരു ബ്ലൂ കോട്ടൺ ക്യാൻഡി ഐസ്ക്രീമും കൂടെ വാങ്ങി. ബ്ലൂ. സോ എൻ്റെ ലഞ്ച് അവിടെ ഫ്ലോപ്പ് ആയിരുന്നു. ആക്ച്വലി നീല കളർ പച്ച കളറായി, അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, അത് ഫ്ലോപ്പ് ആയിരുന്നു. ഇനി ഇപ്പോൾ ഒരു സമയം 4, 5 മണി ആ ഒരു സമയമായി. ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. എൻ്റെ കുറച്ച് സ്കിന്ന് ഡള്ളായി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടിയിരുന്നു. അപ്പം സ്കിന്ന് ഡള്ളായി. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ബ്ലൂ പീ ഫ്ലവർ എക്സ്ട്രാക്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം ഇതും കുറച്ച് ബേസിൻ പൗഡർ, തൈര് ആൻഡ് ഹണി വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ബ്ലൂ പീ പക്ഷേ നമുക്ക് കളർ എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാണിക്കാൻ പറ്റുന്നില്ല. ഇതിൽ ആസിഡ് ആകുമ്പോൾ ഇത് വയലറ്റ് കളർ ആവുന്നുണ്ട്. മിക്സ് ചെയ്യണം. ബ്ലൂ ആവില്ല ഇത്, എത്ര നോക്കിയാലും ബ്ലൂ ഫേസ് പാക്ക് ആവില്ല. ആ ബ്ലൂ എക്സ്ട്രാക്ട് വെച്ചിട്ട് ബ്ലൂ കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്നിട്ട് നോക്കാൻ എന്തായാലും. നല്ല മണമുണ്ട് കേട്ടോ. എല്ലാവരും പറയും കണ്ണിൻ്റെ താഴെ അങ്ങനെ ഇടരുത്, പക്ഷെ ഞാൻ ഇട്ടു.
എനിക്ക് എല്ലായിടത്തും എഴുതണം. കണ്ണിൻ്റെ ഭാഗം സെൻസിറ്റീവാണ്. ഇത് കുറച്ചൊന്ന് കഴിയുമ്പോൾ ഇത് കഴുകിക്കളയാം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്. ആഫ്റ്റർ 20 മിനിറ്റ്സ് ഇങ്ങനെയാണ്. ഞാനിത് പോയി വാഷ് ചെയ്തിട്ട് വരാം. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ച റിങ്കിൾസ് ഒക്കെ ഉണ്ടാവും പെട്ടെന്ന്. സോ ലെറ്റ്സ് സീ. സോ ആ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഗ്ലോ ആണ് ഇത് കാണാൻ പറ്റുന്നത്. എനിക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ പാക്ക് ചെയ്യണം. എനിക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയിട്ടാണ് ഈ ഒരു ആസിഡിക് സൊല്യൂഷൻ, ഈ ഒരു പി എക്സ്ട്രാക്റ്റ് ഒരു ടോണറാക്കി യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കാം. ഇത് നമ്മുടെ ബ്ലൂ പി ആണല്ലോ. ഇതിലോട്ട് നമ്മൾ എന്തെങ്കിലും ആസിഡിക് ആയിട്ട് ഇട്ടാൽ ഇതിൻ്റെ കളർ അങ്ങ് മാറും. നമുക്ക് ഇതിലോട്ട് ഈ കേട് ഒന്ന് ഒഴിച്ച് നോക്കാം. കളർ മാറിയുണ്ടോ? ഇതൊരു വയലറ്റ് കളറായി. ഷോയും വയലറ്റ് ഒരു കളറായി. ഇതിലോട്ട് ഒഴിക്കണം. ഇത്ര കിട്ടുള്ളൂ. പിന്നെ ഇനി ഇത് ഫുൾ ആ കേടിൻ്റെ ഇതാണ്. നോക്കാം. കണ്ടോ ടോണർ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം കണ്ടുപിടുത്താണ്. നമുക്ക് നോക്കാം. സോ നല്ലൊരു ഫ്രഷ് ഫീലാണുള്ളത് ഇത് ഇട്ടതിന് ശേഷം. സോ നിങ്ങളും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യണം. ശംഖുപുഷ്പം അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഫ്ലൂയിഡിൽ നമ്മുടെ ഇതിൻ്റെ പേരെന്താണ്, കടലമാവ്, തൈര് ആൻഡ് തേൻ വെച്ചിട്ടുള്ള ഇതാണ്. എന്നിട്ട് അത് ഞാൻ ഈ ഒരു ടോണറാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ടീ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ശംഖുപുഷ്പം ബ്ലൂ ടീ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ സ്ഥലം നമ്മുടെ വേലിയിലോട്ട് പോകുന്ന ആ പൗണ്ട് കടവിൽ ഞാൻ പണ്ടൊരു റീൽസ് കണ്ടിട്ടുള്ളതാണ്. അത് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയി നോക്കാം. ഇല്ലെങ്കിൽ വല്ല മൊയ്ത്തോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മൾ ബ്ലൂ ടീ ശംഖുപുഷ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ നാൾക്ക് മുന്നേ കണ്ടതാണ്. പോയി നോക്കാം. ഇത് ബ്ലൂ കളറാണ്. ഇതില് ലെമൺ ഒഴിക്കുമ്പോൾ വേറെ കളറാവും, ടേസ്റ്റും വേറെയാണ്. ഫസ്റ്റ് ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതില് ഈ ടേസ്റ്റ് നോക്കിയിട്ട് അടുത്ത ലെമണിൽ രണ്ട് സംതിങ് യൂസ് ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. നല്ലൊരു അരോമാറ്റിക് ഒരു ടേസ്റ്റ് ഉണ്ട്. സോ അതാണ് എൻ്റെ നീല കളർ ബ്യൂട്ടിഫുൾ ദിവസം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.